ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടോ. ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങ എടുത്താൽ അതിൻ്റെ പകുതി മതിയാവും. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെള്ളമൊന്നും വെച്ചെടുക്കരുത്. കുറച്ച് വെള്ളം മതിയാവും. ഒരു 1/4 കപ്പ് വെള്ളം മതിയാവട്ടെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് പുളി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത്ര അധികം പുളിപ്പൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ പുളി ഒഴിവാക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുകും ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്ന് നമുക്കതിലേക്ക് 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടുതൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സാക്കി ഇതുപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ. ഇനി ഈ തക്കാളി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഉടനെ പോകണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ അടിഞ്ഞു പോകണ്ട കേട്ടോ, നന്നായിട്ട് വെന്തിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരവുണ്ടല്ലോ തേങ്ങയുടെ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കറി നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച് വരുന്നതിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങ് തിളച്ച് വന്നോളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ പുളി ഉണ്ടല്ലോ, അതൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ നല്ല അടിപൊളി തേങ്ങ അരച്ചിട്ടുള്ള തക്കാളി കറി ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ചോറായാലും എന്തായാലും നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.